നമ്മൾ നെക്സ്റ്റ് ഇൻ്റർകണക്ഷൻ ഓഫ് LTI സിസ്റ്റത്തിൽ ഒരു ക്വസ്റ്റ്യനാണ് കാണാൻ പോകുന്നത്. ഓക്കെ, എനിക്കൊരു സിസ്റ്റം തന്നിട്ടുണ്ട് വേർ x1n x of n-നും y of n-നും ഇടയ്ക്കുള്ള എന്താണ് സിസ്റ്റം എന്ന് പറയുന്നത് കൺസിസ്റ്റ് ഓഫ് 3 ഇമ്പൾസ് റെസ്പോൺസ്. ഓക്കെ, h1 of n, h2 of n, h3 of n ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ചോദിച്ചിട്ടുണ്ട് യൂണിവേഴ്സിറ്റിക്ക്. സോ ഇങ്ങനെ ഇൻ്റർകണക്ഷൻ ഓഫ് സിഗ്നൽസ് തരുവാണെങ്കിൽ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എക്സ്പ്രസ് h of n ഇൻ ടേംസ് ഓഫ് h1 of n, h2 of n ആൻഡ് h3 of n ആൻഡ് ഓൾസോ ഇവാലുവേറ്റ് h of n. അതായത് നെറ്റ് ഇമ്പൾസ് റെസ്പോൺസ് കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഗിവൺ h1 of n എന്ന് പറയുന്നത് 1/2 raised to n u of n minus u of n minus 3, h2 of n എന്ന് പറയുന്നത് delta of n ആൻഡ് h3 of n എന്ന് പറയുന്നത് u of n minus 1. ഓക്കെ, സോ ഇതാണ് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്. ഇനി ഇതിനെ എങ്ങനെ നമുക്ക് സോൾവ് ചെയ്യാമെന്ന് നോക്കാം. നമ്മൾ പറഞ്ഞു ഇൻ്റർകണക്റ്റഡ് ആയിട്ട് പാരലലായിട്ട് 2 ഇമ്പൾസ് റെസ്പോൺസ് തരുവാണെങ്കിൽ നെറ്റ് ഇമ്പൾസ് റെസ്പോൺസ് എന്ന് പറയുന്നത്, ഓക്കെ, ഈ ഒരു കേസിൽ നെറ്റ് ഇമ്പൾസ് റെസ്പോൺസ് ലെറ്റ് ഇറ്റ് ബി h dash of n ആണെങ്കിൽ h dash of n ഇസ് ഈക്വൽ ടു h2 of n പ്ലസ് h3 of n എന്ന് എനിക്ക് എഴുതാൻ പറ്റും. ഓക്കെ, സോ ഈ സിസ്റ്റത്തിൻ്റെ ഈക്വലൻ്റ് നോക്കുകയാണെങ്കിൽ ഇവിടെ എനിക്ക് x of n ഉണ്ട് വിച്ച് ഈസ് ഗിവൺ ടു h1 of n. ഓക്കെ, സോ പാരലലി കണക്ട് ചെയ്യുവാണെങ്കിൽ ഹിയർ ഐ ഹാവ് h dash of n which is equal to h2 of n plus h3 of n and it is given to y of n. Okay, so x of n ൻ്റെ h of n ൻ്റെ ഇടയ്ക്ക് ഇതിനെ നമുക്ക് ഇക്വലൻ്റ് ആയിട്ട് ഇങ്ങനെ എഴുതാം വിച്ച് ഈസ് ഈക്വൽ ടു. ഓക്കെ, ഇനി സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ കാസ്കേഡഡ് ആയിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നതെങ്കിൽ എനിക്ക് എന്തെഴുതാം? h of n is equal to h1 of n കൺവല്യൂഷൻ h dash of n എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, സോ സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നതെങ്കിൽ ഇറ്റ് ഈസ് കൺവല്യൂഷൻ ആൻഡ് പാരലൽ ആയിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നതെങ്കിൽ ഇറ്റ് ഈസ് ജസ്റ്റ് അഡീഷൻ. ഓക്കെ, സോ എന്താണ് h of n is equal to h1 of n convolution h dash of n, okay, which is equal to h1 of n convolution h2 of n plus h3 of n. Okay, എന്ന് എഴുതാം. ഓക്കെ, which implies, okay, നമ്മൾ ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി കണ്ടായിരുന്നു. ദാറ്റ് ഈസ് h1 of n കൺവല്യൂഷൻ h2 of n പ്ലസ് h3 of n എന്ന് പറഞ്ഞാൽ h1 of n കൺവല്യൂഷൻ h2 of n പ്ലസ് h1 of n കൺവല്യൂഷൻ h3 of n. ഓക്കെ, സോ ഇതാണ് h of n എന്ന് പറയുന്നത്. ഓക്കെ, സോ h of n is expressed in terms of h1 of n, h2 of n and h3 of n. സോ ഇതെന്ന് പറയുന്നത് എ പാർട്ട് ഓഫ് ദ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, എ പാർട്ട് ചോദിച്ചിരിക്കുന്നത് എക്സ്പ്രസ് h of n ഇൻ ടേംസ് ഓഫ് h1 of n, h2 of n ആൻഡ് h3 of n. ഓക്കെ, അപ്പം h of n എന്ന് പറയുന്നത് h1 of n കൺവല്യൂഷൻ h dash of n എന്ന് എഴുതാം. h dash of n എന്ന് പറയുന്നത് ഇത് രണ്ടും പാരലൽ ആയതുകൊണ്ട് ഇതിനെ ആഡ് ചെയ്യുക ആൻഡ് അപ്ലൈയിങ് ദ ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി h1 of n കൺവല്യൂഷൻ h2 of n പ്ലസ് h1 of n കൺവല്യൂഷൻ h3 of n. ഓക്കെ, സോ ഇങ്ങനെയാണെന്ന് നമ്മൾ കണ്ടുപിടിച്ചു. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് എന്തൊക്കെ തന്നിട്ടുണ്ട്? h1 of n തന്നിട്ടുണ്ട്, h2 of n തന്നിട്ടുണ്ട്, h3 of n തന്നിട്ടുണ്ട്. ഓക്കെ, അതൊക്കെ നമുക്ക് എഴുതാം. h1 of n is equal to 1/2 raised to n u of n minus u of n minus 3 എന്നാണ് തന്നിരിക്കുന്നത്. ഓക്കെ, ആൻഡ് h2 of n തന്നിരിക്കുന്നത് ഡെൽറ്റ ഓഫ് n ആൻഡ് h3 of n തന്നിരിക്കുന്നത് u of n minus 1. ഓക്കെ, സോ ഇതാണ് തന്നിരിക്കുന്നത്. ഓക്കെ, h1 of n, h2 of n ആൻഡ് h3 of n. ഓക്കെ, തന്നിരിക്കുന്ന 3 കാര്യങ്ങൾ
ഞാൻ എഴുതി. ഓക്കെ ആണല്ലോ. നൗ h1 of n convolution h2 of n എന്ന് പറഞ്ഞാൽ 1/2 raised to n u of n minus u of n minus 3. ഓക്കെ, കൺവല്യൂഷൻ ഡെൽറ്റ ഓഫ് n. ഓക്കെ, ഇതാണ്. ഇനി നമുക്കൊരു റിസൾട്ട് ഉണ്ട്. ദാറ്റ് ഈസ് സിൻസ് എക്സ് ഓഫ് n കൺവല്യൂഷൻ ഡെൽറ്റ ഓഫ് n is equal to x of n. ഓക്കെ, എക്സ് ഓഫ് n ഏതൊരു സാധനത്തെയും ഡെൽറ്റ ഓഫ് n വെച്ച് കൺവല്യൂട്ട് ചെയ്താൽ അത് തന്നെയായിരിക്കും വരുന്നത്. കാരണം എന്താണ്, ഡെൽറ്റ ഓഫ് n ഈസ് ഈക്വൽ ടു 0യ്ക്ക് മാത്രമേ കാണത്തുള്ളൂ. സോ n-1 n-2 n-3 എല്ലാം ചെയ്തപ്പോൾ അത് നമുക്ക് എക്സ് ഓഫ് n തന്നെയാണ് വന്നത്. ഓക്കെ, സോ എക്സ് ഓഫ് n കൺവല്യൂഷൻ ഡെൽറ്റ ഓഫ് n എന്ന് പറയുന്നത് എക്സ് ഓഫ് n തന്നെയാണ്. സോ ഇത് കൺവല്യൂഷൻ ഡെൽറ്റ ഓഫ് n എന്ന് പറഞ്ഞാൽ ഇത് തന്നെയായിരിക്കും നമുക്ക് വരുന്നത്. Therefore h1 of n convolution h2 of n is equal to 1/2 raised to n u of n minus u of n minus 3. So ഇത് തന്നെയായിരിക്കും എനിക്ക് h1 of n convolution h2 of n ചെയ്യുമ്പോൾ കിട്ടുന്നത്. ഓക്കെ, നെക്സ്റ്റ് h1 of n convolution h3 of n. ഓക്കെ, ചെയ്യുമ്പം 1/2 raised to n u of n minus u of n minus 3. Okay, convolution h3 of n is u of n minus 1. Okay, so ഇതാണ് കൺവല്യൂഷൻ ചെയ്യുമ്പോൾ വരുന്നത്. ഓക്കെ, ഇതിനെ സ്പ്ലിറ്റ് ചെയ്യുവാണ്, അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യുവാണെങ്കിൽ ഇതിനെ എങ്ങനെ എഴുതാം? 1/2 raised to n u of n convolution u of n minus 1 minus 1/2 raised to n u of n minus 3 convolution u of n minus 1. ഓക്കെ, സോ ഞാൻ അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്ത് കൺവല്യൂഷൻ്റെ ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി വീണ്ടും അപ്ലൈ ചെയ്തു. ഓക്കെ, സോ ലെറ്റ് ഇറ്റ് ബി y1 of n ആൻഡ് ലെറ്റ് ഇറ്റ് ബി y2 of n. ഓക്കെ, ഇതിനെ സെപ്പറേറ്റ് ആയിട്ട് കണ്ടുപിടിക്കാം. y1 of n is equal to 1/2 raised to n u of n convolution u of n minus 1. Okay, which is equal to, okay, convolution equation എന്താണ്? summation k is equal to minus infinity to infinity x of k h of n minus k. ഓക്കെ, സോ ഇവിടെയും അത് തന്നെയാണ്. ബട്ട് ഇത് നമുക്ക് മനസ്സിലാക്കാം, ദിസ് ഈസ് എ കോസൽ സിഗ്നൽ ആൻഡ് ദിസ് ഈസ് ഓൾസോ എ കോസൽ സിഗ്നൽ. ഹെൻസ് സമ്മേഷൻ എന്ന് പറയുന്നത് സമ്മേഷൻ k ഈസ് ഈക്വൽ ടു 0 ടു ഇവിടെ എന്തുവരെ ഉണ്ട്? അതുവരെ n-1. ഓക്കെ, നമ്മൾ n ആകുമ്പോഴാണ് n വരെ എടുക്കുന്നത്. ഇവിടെ n-1 ആയതുകൊണ്ട് n-1 വരെ 1/2 raised to k. ഓക്കെ, സോ നമ്മൾ കോസാലിറ്റിയുടെ ഇക്വേഷനാണ് എടുത്തത്. എവിടെ തൊട്ട്? ഫോർ n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1. ഓക്കെ, u ഓഫ് n എന്ന് പറഞ്ഞാൽ 0 തൊട്ടുള്ള ഒരു വാല്യൂ ആണ്. ഓക്കെ, ഇൻറ്റു 1/2 raised to n ആൻഡ് u of n minus 1 എന്ന് പറഞ്ഞാൽ 1 തൊട്ടുള്ള ഒരു വാല്യൂ ആണ്. ഓക്കെ, 1 തൊട്ടുള്ള ഒരു വാല്യൂ ആണ്. സോ കൺവല്യൂഷൻ ചെയ്യുമ്പോൾ n ഗ്രേറ്റർ ദാൻ 1 ആകുമ്പോൾ മാത്രമേ എനിക്ക് വാല്യൂസ് കാണത്തുള്ളൂ. സോ n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 അവിടെ എനിക്ക് സമ്മേഷൻ n k is equal to 0 to n-1 ആണ്. നമ്മൾ നേരത്തെ ചെയ്ത ക്വസ്റ്റ്യനിൽ രണ്ടും u of n ആയിരുന്നു. സോ 0 to n ആയിരുന്നു. ഇനി u of n-1 ആകുമ്പോൾ 0 to n-1. ഓക്കെ, ഇവിടെ n 0യിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, ഇവിടെ n-1ൽ വന്ന് എൻഡ് ചെയ്യും. സോ 0 to n-1 1/2 raised to k. ഓക്കെ, വിച്ച് ഈസ് ഈക്വൽ ടു, ഓക്കെ, എന്താണ്? a raised to k ആ ഒരു ഇക്വേഷൻ, അതായത് 1 minus 1/2 raised to n
by 1 minus 1 by 2, okay, which is equal to 2 into 1 minus 1 by 2 raised to n. Okay, 1 by a 1 minus a raised to n by 1 minus a, ആ ഒരു ഇക്വേഷനാണ്. 1 minus 1 by 2 എന്ന് പറഞ്ഞാൽ 1 by 2, അതിന് 2 മേളിൽ പോയി. So it is equal to 2 into 1 minus 1 by 2 raised to n for n greater than or equal to 1 and is equal to 0 for n less than 1. Okay, so ഇതാണ് y1 of n എന്ന് പറയുന്നത്. ഓക്കെ, എങ്ങനെ കിട്ടിയെന്ന് മനസ്സിലായല്ലോ. ഓക്കെ, ഇത് രണ്ടും കോസൽ സിഗ്നലാണ്. രണ്ടും കോസൽ സിഗ്നൽ ആണെങ്കിൽ ലിമിറ്റേഷൻ മാറ്റാമെന്ന് പറഞ്ഞു, അതായത് സമേഷൻ്റെ ലിമിറ്റ്സ് മാറ്റാമെന്ന് പറഞ്ഞു. k ഈസ് ഈക്വൽ ടു ഇവിടെ 0 തൊട്ട് ഇവിടുത്തെ n-1 വരെ ആയിരിക്കും വേരി ചെയ്യുന്നത് ഇൻറ്റു 1/2k. ഓക്കെ, ഇവിടെ n-3ഉം n-1ഉം ആണെങ്കിൽ n ഈസ് ഈക്വൽ ടു 3 to n-1 ആയിരിക്കും. ഓക്കെ, ഇവിടെ 4ഉം 5ഉം ആണെങ്കിൽ n ഈസ് ഈക്വൽ ടു 4 to n-5 വരെ ആയിരിക്കും. ഓക്കെ, സോ ലിമിറ്റ് നമുക്ക് യൂണിറ്റ് സ്റ്റെപ്പ് ആണെങ്കിൽ കോസൽ സിസ്റ്റത്തിന് മാറ്റാൻ പറ്റും. ഓക്കെ, ആ ഒരു പ്രോപ്പർട്ടി ഉപയോഗിച്ചാണ് ഞാനിപ്പോൾ കണ്ടുപിടിച്ചത്. ആൻഡ് നെക്സ്റ്റ് വൺ, ഓക്കെ, സോ y2 of n, y2 of n എന്ന് പറയുന്നത് എന്താണ്? 1/2 raised to n u of n convolution u of n minus 3 convolution u of n minus 1 ആണ്. ഓക്കെ, സോ u of n minus 3 convolution u of n minus 1 ആണ്. സോ ഇവിടെ സമ്മേഷൻ എവിടെ തൊട്ട് വരും? 3 to n-1. സോ സമ്മേഷൻ k is equal to 3 to n-1 1/2 raised to k and n എവിടെ തൊട്ട് വേരി ചെയ്യും? n greater than or equal to 4. ഓക്കെ, n greater than or equal to 4 തൊട്ടേ വാല്യൂസ് കാണത്തുള്ളൂ. ആൻഡ് ഈസ് ഈക്വൽ ടു 0 for n less than 4. ഓക്കെ ആണല്ലോ. ദാറ്റ് ഈസ് y2 of n is equal to, okay, summation k is equal to 3 to n-1 1/2k raised to k. ഓക്കെ, 0 to n-1 ആയിരുന്നെങ്കിൽ 1 minus 1/2 എന്ന് എഴുതിയേനെ, നമ്മൾ raised to n എന്ന് എഴുതിയേനെ. ഇവിടെ 3 to n-1 ആയതുകൊണ്ട് നമുക്ക് 1/2 raised to 3 എന്നൊരു ടേം ഉണ്ട് ഇൻറ്റു 1 minus 1/2 raised to n ആയിരുന്നു നമ്മൾ നേരത്തെ എഴുതിക്കൊണ്ടിരുന്നത്. സോ ഇവിടെ n-3, കാരണം എന്താണ്? 3 തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ n-3 ഡിവൈഡഡ് ബൈ 1/1/2. ഓക്കെ, സോ ഇങ്ങനെ സമ്മേഷൻ്റെ കുറച്ച് പ്രോപ്പർട്ടീസ് നിങ്ങൾ പഠിച്ചു വെക്കുക. ഓക്കെ, ഫോർ n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 4 ഓക്കെ, സോ ഇവിടെ 3 ഉണ്ട്. സോ ആദ്യത്തെ ടേം എന്ന് പറയുന്നത് 1/2 raised to 3 എന്ന് പറയുന്നത് നമ്മൾ വെളിയിലെടുത്തു ഇൻറ്റു 1 minus 1/2 raised to n ആയിരുന്നു 0 തൊട്ടായിരുന്നെങ്കിൽ ഇവിടെ 3 തൊട്ടാണ്. therefore n-3 by 1 minus 1/2 which is equal to 1/8 into 1 minus 1/2 raised to n, okay, into 1/2 raised to -3, okay, divided by 1/2 ആണേ. ഓക്കെ, ഈ 1/2 മേളിൽ പോകുമ്പം ഇവിടെ 1/4 1/8ഉം 1/2 ഡിവൈഡ് ചെയ്യുമ്പോൾ 1/4 എന്നാകും. അല്ലെങ്കിൽ 2 മേളിൽ പോകുമ്പം 2 8ഉം കൂടെ ക്യാൻസലായി 1/4 എന്നാകും. 1/2 raised to 3 എന്ന് പറഞ്ഞാൽ 1/8 ആണ്. ഇവിടെ ഒരു -1 ഉള്ളത് കൊണ്ട് എനിക്ക് മേളിലെടുക്കാം. 1 minus 8 into 1/2 raised to n. ഓക്കെ, 4 അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പം 1/4 minus 2 into 1/2 raised to n എന്ന് എടുക്കാം. ഫോർ n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 4 ആണ്.
ഓക്കെ, ഈ ഒരു കണ്ടീഷൻ n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 4 എന്ന് പറഞ്ഞാൽ u ഓഫ് n മൈനസ് 4നോട് മൾട്ടിപ്ലൈ ചെയ്യുന്നതിന് ഈക്വലൻ്റ് ആണ്. ദാറ്റ് ഈസ് 1/4 ഇൻറ്റു u ഓഫ് n മൈനസ് 4 മൈനസ് 2 ഇൻറ്റു 1/2 റേസ് ടു n u ഓഫ് n മൈനസ് 4. ഓക്കെ, സോ ഇതിനോട് ഈക്വലൻ്റ് ആണ് ഇതെന്ന് പറയുന്നത്. ഓക്കെ, n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 4 ആണെന്ന് പറഞ്ഞാൽ n മൈനസ് 4 u ഓഫ് n മൈനസ് 4 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നതിനോട് ഈക്വലൻ്റ് ആണ്. സോ നമുക്ക് ഈ കണ്ടീഷൻ ഇങ്ങനെ എഴുതാതെ ഇങ്ങനെ എഴുതാം. സോ y2 ഓഫ് n കിട്ടി. therefore h ഓഫ് n is equal to, ഓക്കെ, ആദ്യത്തെ ടേം 1/2 റേസ് ടു n u ഓഫ് n മൈനസ് u ഓഫ് n മൈനസ് 3. ഓക്കെ, ആദ്യത്തെ ടേം ഇതായിരുന്നു. പ്ലസ് 2 ഇൻറ്റു 1 മൈനസ് 1/2 റേസ് ടു n. ഇത് ഗ്രേറ്റർ ദാൻ 1 ആണെന്നാണ് പറഞ്ഞത്, അതായത് u ഓഫ് n മൈനസ് 1. ഓക്കെ, പ്ലസ് 1/4 മൈനസ് 2 ഇൻറ്റു 1/2 റേസ് ടു n u ഓഫ് n മൈനസ് 4. ഓക്കെ, സോ ഇങ്ങനെ 3 ടേമിൻ്റെ മൾട്ടിപ്പിൾ ആയിട്ടായിരിക്കും കിട്ടുന്നത്. ഓക്കെ, സോ ഒന്നുകൂടെ പറയാം, ഇത് നിങ്ങൾക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ഓക്കെ, സോ ഒന്നുകൂടെ നോക്കുകയാണെങ്കിൽ എക്സ്പ്രസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഇത് രണ്ടും പാരലൽ ആയതുകൊണ്ട് ഇതിനെ രണ്ടിനെയും കൂടെ ആഡ് ചെയ്യുക. ഇതിന് കാസ്കേഡഡ് ആയതുകൊണ്ട് ഇതിനെ കൺവല്യൂട്ട് ചെയ്യുക. ഓക്കെ, കൺവല്യൂട്ട് ചെയ്തിട്ട് ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി ചെയ്യുമ്പോൾ ഇത് കൺവല്യൂഷൻ ഇത് പ്ലസ് ഇത് കൺവല്യൂഷൻ ഇത്. ഓക്കെ, സോ നമുക്ക് തന്നിരിക്കുന്ന h1 ഓഫ് n, h2 ഓഫ് n, h3 ഓഫ് n ഞാൻ എഴുതി. ആൻഡ് h1 ഓഫ് n കൺവല്യൂഷൻ h2 ഓഫ് n എന്ന് പറഞ്ഞാൽ എനിത്തിങ് കൺവല്യൂഷൻ ഡെൽറ്റ ഓഫ് n ഈസ് ദ സെയിം തിങ്. ഓക്കെ, സോ ആ പ്രോപ്പർട്ടി വെച്ചിട്ട് എനിക്ക് h1 ഓഫ് n തന്നെയാണ് ആദ്യത്തെ കൺവല്യൂഷൻ്റെ റിസൾട്ടായിട്ട് കിട്ടുന്നത്. ഇനി അടുത്തത് h1 ഓഫ് n കൺവല്യൂഷൻ h3 ഓഫ് n. അത് നോക്കുവാണെങ്കിൽ u ഓഫ് n മൈനസ് 1 ആണ്. സോ ഇവിടെ രണ്ട് ടേം തമ്മിൽ മൈനസ് ചെയ്യുന്നതാണ്. സോ കൺവല്യൂഷൻ അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യുക. u ഓഫ് n കൺവല്യൂഷൻ u ഓഫ് n മൈനസ് 1 മൈനസ് u of n minus 3 convolution n minus 1. Okay, so since the system is causal, ഇതിനെ ഞാൻ y1 of n y2 of n causal ആണെന്ന് പറയാൻ കാരണം u of n എന്ന് പറയുന്നത് greater than 0 ആണ്. Hence u of n minus 1 എന്ന് പറഞ്ഞാൽ greater than 1 ആണ്. That is, it depends only on the present and the past values. Hence it is causal. Therefore എനിക്ക് സമ്മേഷൻ്റെ ലിമിറ്റ്സ് മാറ്റാൻ പറ്റും. സോ ഇവിടെ ലിമിറ്റ് ഇവിടെ 0 തൊട്ട് തുടങ്ങി n മൈനസ് 1 വരെ എൻഡ് ചെയ്യുന്നതാണ്, 1/2 റേസ് ടു k. ഓക്കെ, സോ 0 ടു n മൈനസ് 1 വരുമ്പോൾ ഇതിൻ്റെ പ്രോപ്പർട്ടി വെച്ചിട്ട് 1 മൈനസ് 1/2 റേസ് ടു n ബൈ 1 മൈനസ് 1/2 ആയിരുന്നു. ഓക്കെ, ഇനി ഇത് n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 തൊട്ടേ ഉള്ളൂ. n ലെസ് ദാൻ 1 ആകുമ്പോഴത്തേക്കും 0 ആയി പോകും. ഹെൻസ് ഇതിനെ നമുക്ക് എഴുതാം 2 ഇൻറ്റു 1 മൈനസ് 1/2 റേസ് ടു n ഇൻറ്റു u ഓഫ് n മൈനസ് 1 എന്ന്. ഓക്കെ, സോ കാരണം എന്താണ്, n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 തൊട്ടേ ഉള്ളൂ. ഓക്കെ, സോ ഇത് ഈ ഒരു ഹോൾ സാധനത്തെ എനിക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും. സോ y1 ഓഫ് n എനിക്ക് കിട്ടി. y2 ഓഫ് n ഇതേപോലെ തന്നെ n മൈനസ് 3 തൊട്ട് n മൈനസ് 1 വരെയാണ്. സോ ഇവിടെ എന്നിൻ്റെ ലിമിറ്റ് 3ൽ സ്റ്റാർട്ട് ചെയ്ത് n മൈനസ് 1 വരെ വരും, 1/2 റേസ് ടു k. ഓക്കെ, ഇനി എന്തുമാത്രം വരും, 3 + 1 4 തൊട്ട് എനിക്ക് വാല്യൂസ് കാണത്തുള്ളൂ, ലെസ് ദാൻ 4 വാല്യൂസ് കാണത്തില്ല. ഓക്കെ, ദെയർഫോർ അതിന് 3 ടു n മൈനസ് 1 ആയതുകൊണ്ട് ഫസ്റ്റ് ടേം ഏതാണ്, 1/2 റേസ് ടു 3 ആണ്. ഓക്കെ, ഞാനത് എഴുതി. ഇൻറ്റു 1 മൈനസ് 1/2 റേസ് ടു n ആയിരുന്നു. സോ ഇവിടെ 3 തൊട്ടായതുകൊണ്ട് n മൈനസ് 3 എഴുതി. ഓക്കെ, ഡിവൈഡഡ് ബൈ 1 മൈനസ് 3.
which is equal to 1/8 into 1 minus 1/2 raised to n into 1/2 raised to minus 3. ഓക്കെ, താഴത്തേത് 1/2, 2ഉം 8ഉം ഒക്കെ ക്യാൻസലായി 1/4 വരും. ഇനി 1/2 raised to minus 3 എന്ന് പറയുന്നത് 8 ആണ്. 1/8 raised to minus 1 എന്ന് പറയുന്നത് 8. ഓക്കെ, ഇൻറ്റു 1/2 raised to n. 1/4 അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1/4 മൈനസ് 2 ഇൻറ്റു 1/2 raised to n. ഇനി n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 4 എന്ന് പറയുന്നതിന് ഈക്വലൻ്റ് ആണ് u of n minus 4 എന്ന് എഴുതുന്നത്. ഓക്കെ, അങ്ങനെ എനിക്ക് തേർഡ് ടേം കിട്ടി. ഹെൻസ് എനിക്ക് h of n എങ്ങനെ എഴുതാം? ഫസ്റ്റ് ടേം പ്ലസ് സെക്കൻഡ് ടേം പ്ലസ് തേർഡ് ടേം. ഓക്കെ, സോ ഇൻ്റർ കണക്ഷൻ ഓഫ് സിസ്റ്റംസ് ചോദിക്കുവാണെങ്കിൽ ഇങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, ഇനി നിങ്ങൾ തന്നെത്താനെ നിങ്ങൾക്ക് പ്രോബ്ലം തന്നിരിക്കുന്നത് ഏതാണെന്ന്, ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നിരിക്കുന്ന പ്രോബ്ലം ഏതാണെന്ന് ചെയ്ത് നോക്കാൻ ശ്രമിക്കുക. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക.